പോലീസിലെന്നും ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ രമേശ് ചെന്നിത്തല മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളതാണ്. അതുകൊണ്ട് ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ട പോലീസ് അട്രോസിറ്റീസ് പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ സർക്കാർ സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ഉണ്ടാക്കിയത്, ഒരു ജഡ്ജിയെ തന്നെ അതിൻ്റെ അധ്യക്ഷനായിട്ട് വെച്ചത്. അതിൻ്റെ കണക്കുകൾ കാണിക്കുന്നത് ഇപ്പോഴും കംപ്ലയിൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം 94 കംപ്ലയിൻസ് ഉണ്ടായി. ഈ വർഷം ഇതിനകം തന്നെ 40-ലേറെ കംപ്ലയിൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ UDF ഭരണകാലത്തേക്കാൾ എത്ര കുറവാണ്? 2018 808 കംപ്ലയിൻസ് ഉണ്ടായതാണ് കഴിഞ്ഞ വർഷം 94 കുറഞ്ഞത്. ആ 94 പാടില്ല. അതുകൊണ്ട് സർക്കാർ നയത്തിന് വിരുദ്ധമായിട്ട് ലോക്കപ്പ് മർദ്ദനങ്ങൾ നടത്തുന്ന പോലീസുകാരെ സർവീസിൽ വെച്ചിരിക്കാൻ പാടില്ല. കർശനമായ നടപടി സ്വീകരിക്കണം. ഏതായാലും ഇത് വെച്ചിട്ട് പോലീസിനാകെ താറടിക്കാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല ഉറങ്ങണ്ട. നിങ്ങളുടെ റെക്കോർഡൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം UDFന് ചെറുതൊന്നുമല്ല, ജാള്യതയും അപകീർത്തിയും സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം ഒരു പുതിയ തലമുറയുടെ നേതാക്കന്മാരായിട്ട് വെച്ച ആളുകളെല്ലാം കളങ്കിതരാണ് എന്നുള്ള അഭിപ്രായം കേരള ജനതയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്.